Hello friends, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ കട്ടിച്ചാറുള്ള ടേസ്റ്റി അയല കറിയാണ്. നല്ല ഈസി സ്റ്റെപ്പ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ലാസ്റ്റ് വരെ വീഡിയോ കാണണം. ആദ്യം നമ്മൾ ചട്ടി എടുക്കുക. ചട്ടിയിൽ നമ്മൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് ഇതിലൊരു 15-20 ചെറിയ ഉള്ളി നമുക്ക് ഇട്ട് ഇച്ചിരി ഫ്രൈ ചെയ്യാം. ചെറുതായിട്ട് ഒരു കളർ ചേഞ്ച് ആവുന്നവരെ അത് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൻ്റെ കളറൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു 2 മീഡിയം സൈസ് തക്കാളി ഇടാം. തക്കാളി കൂടി നമുക്ക് നല്ലപോലെ എണ്ണയിൽ ഫ്രൈ ആവാൻ കൊടുക്കണം. അപ്പോൾ ഇതൊരു 2-3 മിനിറ്റ് എടുക്കും. നമ്മുടെ തക്കാളിൻ്റെ ഈ തൊളി ഇങ്ങനെ വിട്ടു പോകുന്ന സ്റ്റേജ് വരില്ല, അത്ര വരെ നമുക്കിത് ഫ്രൈ ചെയ്താൽ മതി. അത് കഴിഞ്ഞ് നമ്മളിത് മാറ്റിയെടുക്കാം. ഇപ്പോൾ കാണാൻ ഇച്ചിരി തക്കാളിൻ്റെ തൊളി ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മാറ്റി ഒരു മിക്സർ ജാറിലെടുത്തേക്കാം. ഇത് നമ്മൾ ഇച്ചിരി തണുത്ത് കഴിഞ്ഞ് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി വെക്കാം. അപ്പോൾ നമ്മുടെ പേസ്റ്റ് റെഡിയാണ്. ഇത് സൈഡിലോട്ട് വെച്ചേക്കാം. ഇനിയിപ്പോൾ അതേ ചട്ടിയിൽ നമ്മൾ ഉള്ള ഓയിലിൽ തന്നെ 1/2 സ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. അതിൻ്റെ കൂടെ നമ്മൾ ഒരു 1/4 ടീസ്പൂണ് നമ്മൾ ഉലുവ ഇടാം. ഇതിലിപ്പോൾ ഇനി ഒരു ഹാൻഡ്ഫുൾ വെളുത്തുള്ളി ഇടാം. പിന്നെ ഒരു കുറച്ച് ഇഞ്ചി, ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഇഞ്ചി അരഞ്ഞിട്ടിടാം. ഇത് രണ്ടും നല്ലപോലെ ഫ്രൈ ചെയ്യാം. ഇച്ചിരി അതിൻ്റെ നല്ല സ്മെല്ല് വരാൻ തുടങ്ങും. നല്ലപോലെ ഫ്രൈ ആയി കഴിഞ്ഞ് ഇച്ചിരി വേപ്പില ഇട്ട് തരാം. അതുകൂടെ ഇച്ചിരി ഫ്രൈ ചെയ്യാം. ഇതെല്ലാം നല്ലപോലെ ഫ്രൈ ആയി കഴിഞ്ഞ് നമ്മൾ ഇതിൽ മസാലയിൽ നമ്മൾ ഒത്തിരി ഒന്നും ഇടുന്നില്ല. ഒന്ലി മഞ്ഞളും മുളകാണ് ഇടുന്നത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഇതിൽ മഞ്ഞൾപ്പൊടി ഇടാം. ഇനി ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇടാം. അതിൽ ഞാൻ 2 ടീസ്പൂൺ നോർമൽ മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ നമ്മൾ കശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നല്ലപോലെ ഫ്രൈ ചെയ്യാം. ഒരു 30 സെക്കൻഡ്സ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഇതിലൊരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുക. കാരണം നമ്മൾ മസാല ഒന്ന് കഴിഞ്ഞു പോകാതെ ഇരിക്കാൻ വേണ്ടിയാണ്. നല്ലപോലെ മിക്സാക്കി കുറച്ച് എണ്ണയൊക്കെ വരുന്ന രീതിയിൽ അത് വേവിച്ചെടുക്കുക. അത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പ്യൂരി ഉണ്ടാക്കി വെച്ചില്ലേ, ആ പ്യൂരി ഇതിലോട്ട് ഇടാം. ഇത് നല്ലപോലെ മിക്സാക്കാം. മിക്സാക്കിയിട്ട് നല്ല ഇനി പ്യൂരി ഇട്ട് കഴിഞ്ഞ് നല്ലപോലെ എണ്ണ തെളിയുന്ന വരെ ഇത് ഫ്രൈ ചെയ്തത് എടുക്കാം. അപ്പോൾ എണ്ണ നല്ലപോലെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ പുളി വെള്ളം ഇടുകയാണ്. അത് പുളി നമ്മൾ കുടംപുളി എടുത്തിട്ടുണ്ട്. ഒരു 3-4 പുളി നല്ലപോലെ വെള്ളത്തിൽ ക്ലീനാക്കി വെച്ച് അത് ആ വെള്ളം നമ്മൾ ഇതിൽ ഒഴിക്കുക. നമുക്ക് ഇനിയിപ്പോൾ കറീൻ്റെ ചാറ് എങ്ങനെ വേണം അതേ രീതിയിൽ ഇതിൽ വെള്ളം ഒഴിക്കുക. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂടെ നമുക്ക് പാകത്തിന് ഉപ്പ് എത്ര വേണം അത് ഇടാം. 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇട്ട് തരാം. പിന്നെ ഇത് തിളയ്ക്കാൻ വേണ്ടി ഇത് മൂടി ഒരു 5 മിനിറ്റ് വെക്കാം. നല്ലപോലെ തിളഞ്ഞ് ഇത് മൊത്തം എണ്ണയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ നമ്മുടെ അയില ഇട്ട് കൊടുക്കാം. അയില ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കാം. അത് കഴിഞ്ഞ് നമ്മളിത് അടിച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാൻ വെക്കാം. സോഫ്റ്റായിട്ട് ഇങ്ങനെ അടിച്ച് നല്ലപോലെ ചാറിൽ നമ്മുടെ മീൻ മുങ്ങുന്ന പോലെ വെച്ചിട്ട് അത് അടിച്ച് വെച്ചേക്കാം. 5-6 മിനിറ്റ് ആകും. അപ്പോൾ നമ്മുടെ മീൻ നല്ലപോലെ വെന്തും വരും. നമ്മുടെ ചാറ് നല്ല കട്ടിയായി ചാറായി മാറും. ആ സമയത്ത് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് നമ്മുടെ മീനിക്കും നമ്മുടെ കറിക്കും നല്ല സൂപ്പർ ടേസ്റ്റായി വരും. അപ്പം നല്ല അടിപൊളി നാടൻ അയല കറി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കുന്ന റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നമ്മുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്ക്ക് ഷെയർ ചെയ്യുക.